അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി വഅസ്ഹാബി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. നമ്മുടെയൊക്കെ നാടുകൾ ശക്തമായ ചൂട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അത് എല്ലാ മുഅ്മിനാത്തുകളും നടത്തേണ്ടതായിട്ടുണ്ട്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഴയ്ക്ക് വേണ്ടി നടത്തിയ പ്രാർത്ഥനകൾ ഹദീസുകളിൽ കാണാൻ കഴിയും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം വെള്ളിയാഴ്ച ജുമാ ഖുതുബ നടത്തിക്കൊണ്ടിരിക്കെ ഒരു സ്വഹാബി കടന്നു വന്നുകൊണ്ട് മുത്തുനബിയോട് പറയുന്നുണ്ട്, നബിയെ, ഞങ്ങളുടെ വളർത്തുമൃഗങ്ങൾ, ഞങ്ങളുടെ കൃഷികൾ ഇതെല്ലാം മഴയില്ലാതെ വെള്ളമില്ലാതെ നശിച്ചുപോയി കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് മഴ ലഭിക്കാൻ വേണ്ടി അവിടുന്ന് ദുആ ചെയ്യണം. ഇത് പറഞ്ഞപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുത്തു. അല്ലാഹുമ്മ സ്ഖിനാ ഗൈസൻ മുഗീസൻ മരിഅൻ മരിഅൻ നാഫിഅൻ ഗൈറ ളാരിൻ ആജിലൻ ഗൈറ ആജിൽ അല്ലാഹുമ്മ സ്ഖിനാ അല്ലാഹുമ്മ സ്ഖിനാ അല്ലാഹുമ്മ സ്ഖിനാ. ഇങ്ങനെ തുടങ്ങി ധാരാളം പ്രാർത്ഥനകൾ ഹദീസുകളിൽ കാണാം. ഇതെല്ലാം മഴയ്ക്ക് വേണ്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയ പ്രാർത്ഥനകളായിരുന്നു. ഈ പ്രാർത്ഥന നടത്തേണ്ട താമസം ധാരാളം മഴ ലഭിച്ചു എന്നും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രാർത്ഥനയുടെ ബറക്കത്ത് കൊണ്ട് അവർക്ക് യഥേഷ്ടം മഴ ലഭിച്ചു. അവർക്കും അവർ വളർത്തുമൃഗങ്ങൾക്കും ആവശ്യമായ വെള്ളം, അതുപോലെ തന്നെ അവരുടെ കൃഷിയിടങ്ങൾക്കെല്ലാം ആവശ്യമായ മഴ ലഭിച്ചു എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമുക്കും ഇത്തരം പ്രാർത്ഥനകൾ നടത്തിയ അല്ലാഹുവിലേക്ക് അങ്ങേയറ്റം വിനയാനിതരായിക്കൊണ്ട് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ച് നോമ്പനുഷ്ഠിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്ത് ദാനധർമ്മങ്ങൾ നൽകിയൊക്കെ അല്ലാഹുവിനോട് പ്രാർത്ഥനകൾ നടത്തുക വഴി തീർച്ചയായും അല്ലാഹു നമുക്ക് ആവശ്യമായ ഉപകാരപ്രദമായ മഴ നൽകുക തന്നെ ചെയ്യും. ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്കറിയാം, നമ്മുടെയൊക്കെ നാടുകൾ മുമ്പൊന്നും നാം അനുഭവപ്പെടാത്ത രൂപത്തിലുള്ള ശക്തമായ ചൂട്, അതുപോലെ തന്നെ പല സ്ഥലത്തും വെള്ളമില്ലാതെ എത്രയോ ദൂരങ്ങളിൽ നിന്നും കുടിവെള്ളത്തിന് വേണ്ടി എത്രയോ ദൂരങ്ങൾ താണേണ്ടുന്നൊരവസ്ഥ. ഇങ്ങനെയൊക്കെ ഈ സാഹചര്യത്തിലാണ് നാം അള്ളാഹുവിലേക്ക് കൂടുതലായി ഇസ്തിഗ്ഫാർ കൊണ്ട് തൗബ കൊണ്ട് റബ്ബിലേക്ക് അടുത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ കാരുണ്യമാകുന്ന അവൻ്റെ റഹ്മത്താകുന്ന അള്ളാഹുവിൻ്റെ ഔദാര്യമാകുന്ന മഴ അത് ലഭിക്കാൻ നാം വിനയാനിതരായിക്കൊണ്ട് റബ്ബിലോട് ഇരുകരങ്ങൾ ഉയർത്തി ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചുകൊണ്ട് ദുആ ചെയ്താൽ തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആവശ്യമായ നമുക്ക് ഉപകാരപ്രദമായ മഴ നൽകുമെന്ന് ശുദ്ധ ഖുർആൻ തന്നെയും നമ്മോട് ഓർമ്മപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. സൂറത്തു നൂഹിലൂടെ അല്ലാഹു തആല പറയുന്നുണ്ട്, ഫഖുൽ ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലുസ് സമാഅ അലൈക്കും മിദ്റാറാ. അല്ലാഹുവിനോട് ധാരാളം ഇസ്തിഗ്ഫാർ തേടിയാൽ ധാരാളം നിഅമത്തുകൾ നൽകും. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു നിഅമത്തായി എടുത്തു പറഞ്ഞത് ഇന്നഹു കാന ഗഫാറൻ യുർസിലുസ് സമാഅ അലൈക്കും മിദ്റാറാ. നിങ്ങളെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു വരികയും നിങ്ങൾക്ക് ആവശ്യമായ രൂപത്തിലുള്ള മഴ അല്ലാഹു തആല നിങ്ങൾക്ക് നൽകുകയും ചെയ്യുമെന്ന് സൂറത്തു നൂഹിൽ അല്ലാഹു തആല പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ധാരാളം ഇസ്തിഗ്ഫാർ തേടിക്കൊണ്ട് അള്ളാഹുവിലേക്ക് മനസ്സുരുകി മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ഓരോ വിശ്വാസികളും നടത്തുക. അള്ളാഹു നമുക്ക് ഉപകാരപ്രദമായ മഴ നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.